അസൂയ, കുശുമ്പ്, നമ്മളെ വേദനിപ്പിക്കുന്ന, വെറുപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന ഓരോന്നും നമ്മുടെ ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കും. പിന്നീട് അത് രോഗങ്ങളായിട്ട്, സ്ട്രെസ്സായിട്ട്, പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. നമ്മളെപ്പോഴും പ്ലസന്റ് ആവാൻ, ഹാപ്പി ആവാൻ, ഹെൽത്തി ആവാൻ ഉള്ള ഒരു പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്വാഹ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ് സ്വാഹ? സ്വാഹ എന്ന് വെച്ചാൽ അഗ്നി. അഗ്നി നമ്മൾ കേട്ടിട്ടുണ്ട്. അഗ്നിയുടെ വൈഫിന്റെ പേരാണ് സ്വാഹ. ഓക്കെ, അപ്പൊ നമ്മള് ഹോമങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല റിച്വൽസുകൾ, ചടങ്ങുകൾക്ക് എന്തെങ്കിലും അർച്ചന കൊടുക്കും, മന്ത്രം ജപിച്ചിട്ട് സ്വാഹ. അപ്പൊ ഇവിടെ അത് സമർപ്പണമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ നന്മയും നമുക്ക് കൊടുക്കാം, തിന്മയും കൊടുക്കാം. തിന്മ കൊടുക്കുമ്പോൾ എന്താ ഗുണം? നന്മ നമുക്ക് തിരിച്ചു വരും. നന്മ കൊടുക്കുമ്പോൾ എന്താ ഗുണം? ഏതും തിരിച്ചു വരും. നന്മ കൊടുക്കുമ്പോൾ അത് 100 ഇരട്ടിയായി തിരിച്ചു വരും. തിന്മ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന്, ഉള്ളിലെ തിന്മ അല്ലെങ്കിൽ ദേഷ്യത്തിനെ അങ്ങോട്ടേക്ക് സമർപ്പിക്കാം. സോ ഇന്ന് അതിന്റെ ടെക്നിക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. നട്ടിലൊക്കെ നിവർന്നിരിക്കുക, അത്യാവശ്യം വെള്ളം കുടിക്കുക. കാരണം ബോഡി കുറച്ച് ഹീറ്റ് ആവും. പൊതുവെ ഹീറ്റാണ് ഇപ്പോൾ. അതോടൊപ്പം ഈ ഒരു ശക്തമായ ഒരു ക്രിയ ചെയ്യുമ്പോൾ ബോഡി കുറച്ചുകൂടി ഹീറ്റ് ആവും. ഓക്കെ, റിലാക്സ് ചെയ്യുക. നമ്മുടെ എനർജി കുറയുമ്പോഴാണ് നമുക്ക് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. പല രീതിയിലുണ്ട്. ബ്ലാക്ക് മാജിക് ഉണ്ട്, ചിലവരുടെ തോട്ട്സ് ഉണ്ട്, പ്രാർത്ഥനകളുണ്ട്, കർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിയാക്കണേ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മുടെ എനർജി സർക്യൂട്ട് കറക്റ്റ്. നമ്മുടെ സർക്യൂട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. ഏതിലേക്ക്? നമ്മൾ പോസിറ്റീവാണ്, നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് വരില്ല എന്നുള്ള തോട്ട് പാറ്റേണിലേക്ക് നമ്മൾ നീങ്ങും തോറും എന്ത് സംഭവിക്കും? നമ്മൾ പോസിറ്റീവായി, നമ്മുടെ സിസ്റ്റവും കറക്റ്റായി, നമുക്ക് അതിന് വേണ്ടുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടെക്നിക്സ് എല്ലാം സക്സസ് ആവും. ഇല്ലെങ്കിൽ എന്താവും? അത് ഭയങ്കര നെഗറ്റീവിലേക്ക് തന്നെ വരും, അല്ലെങ്കിൽ എനർജി വളരെ ലെസ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് നമുക്കിപ്പോ എനർജി കൂട്ടുന്ന അല്ലെങ്കിൽ എനർജി കൂടുതൽ സക്സസ് ആക്കാനുള്ള ടെക്നിക്സ് ആണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. റിലാക്സ് ആവുക, നോർമൽ ലെവലിൽ തന്നെ ഇരിക്കുക, നിങ്ങളുടെ നാവിന് മേലണ്ണാക്കിലേക്ക് കണക്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, ഗുരുക്കന്മാരെ, മഹാഗുരുക്കന്മാരെ, മഹാത്മാക്കളെ, മഹാ അവതാരങ്ങളെ, പ്ലീസ് പ്രൊട്ടക്ട് മീ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്ത് ചെയ്യുന്നതിന് മുമ്പോ ദൈവികമായ ഒരു സംരക്ഷണ വലയം നമുക്ക് ആവശ്യമാണ്. അത് ഗുരുക്കന്മാരിൽ നിന്നോ, ദേവതകളിൽ നിന്നോ, ദേവന്മാരിൽ നിന്നോ, പിതൃക്കളിൽ നിന്നോ ഒരു സംരക്ഷണ വലയത്തെ എപ്പോഴും നമ്മൾ ആവശ്യപ്പെടും. ആ വലയം നമ്മുടെ ചുറ്റും നിറയുന്നത്, ഫീൽ ചെയ്യുന്നത് നമ്മൾ അറിയാൻ ശ്രമിക്കാം. ആ വലയത്തിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കാം. അത് നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ പവർഫുൾ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീടും ആ വലയത്തിനുള്ളിൽ തന്നെയാണ്, സുരക്ഷ കവചത്തിന്റെ ഉള്ളിലാണെന്ന് ചിന്തിക്കുക. ക്ലോസ് യുവർ ഐസ്, കണ്ണടച്ച് നാവ് മേലണ്ണാക്കിലേക്ക് കണക്ട് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ആദ്യം ഒരു 21 ടൈംസ് സ്വാഹ, അതായത് അപ്പർ എനർജിയും ലോവർ എനർജിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വാഹ എങ്ങനെയാണ്? സ്വ, ശ്വാസം മേലേക്കെടുത്തു, ഹം, വായുടെ സ്വ, ഹം. ഇങ്ങനെ ഒരു 21 പ്രാവശ്യമാണ് ആദ്യം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പരിധിന്റെ അപ്പുറം ബാക്കോട്ട് പോകണ്ട, തല വേദന എടുക്കും. നമ്മൾ നോർമൽ അവസ്ഥയിൽ ഒന്ന് ബാക്കോട്ട്, കണ്ണ് രണ്ടും മേലേക്ക്, അപ്പുറം, താഴെ, താടി ഹാർട്ടിൽ ടച്ച്, ഹം. ശ്വാസം ഫുള്ളായി എടുത്തു, മേലേക്ക് നോക്കി, വളരെ സാവധാനം റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ഹം, സ്വ, ഹം. ഇത് 21 പ്രാവശ്യം സെൽഫായിട്ട് സ്വന്തമായി കൗണ്ട് ചെയ്ത്
നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവ് തോട്ട്സിനെ അകറ്റാനും അതോടൊപ്പം നമ്മുടെ ഊർജ്ജസ്വതമാക്കാനും. അതായത് നമ്മളൊരു പ്രോഗ്രാംഡ് ഒരു ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്താ ഗുണം? ആ ഏരിയയിലേക്കുള്ള കറണ്ട് കൊടുക്കും. അതേപോലെ നമ്മളൊരു ജനറേറ്റർ ആവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ആവാൻ ശ്രമിക്കും. ഓട്ടോമാറ്റിക് നിങ്ങളുടെ എനർജി കൂടും. ഈ എനർജി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്, നിങ്ങളുടെ സിസ്റ്റം ഒക്കെ ബ്ലസ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്തിടും. അപ്പൊ അതിന്റെ പ്രോഗ്രാമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, വിൽ സ്റ്റാർട്ട് ഇറ്റ്. സ്റ്റാർട്ട്. സ്വം ഹം 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 സ്വം ഹം. നോർമൽ അവസ്ഥയിൽ കണ്ണടച്ച്, ഞാൻ പറയുന്നവരെ കണ്ണ് തുറക്കരുത്. കണ്ണടച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് ടിബറ്റൻ ബുദ്ധിസ്റ്റ് ടെക്നോളജി പ്രകാരം ധ്യാനം കഴിഞ്ഞാൽ അവര് ആ മെറ്റീരിയലൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അഞ്ചു തരം പ്രയോഗങ്ങൾ അവർ യൂസ് ചെയ്യും. ഇതിലൊന്ന് ബുദ്ധിയാണ്, ജ്ഞാനം. അവർ പറയുന്ന വേർഡ് ഓം സർവ ജ്ഞാനം ഓം സ്വാഹ. സർവജ്ഞാനം ഓം സ്വാഹ. സമർപ്പണമാണ്. നിങ്ങളുടെ റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, ഫ്രണ്ട് ബ്രെയിൻ, ആ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ബ്രെയിനിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ജ്ഞാനങ്ങൾ വന്ന് നിറയട്ടെ എന്ന്, യൂണിവേഴ്സിൽ നിന്ന് ജ്ഞാനം, അറിവ്, നോളേജ് അതിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. തലയുടെ ഉള്ളിൽ ഫോക്കസ് ചെയ്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എന്താണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത്? സർവജ്ഞാനത്തെയാണ്, അറിവിനെയാണ്. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് അജ്ഞാനം നമ്മൾ ഷെയർ ചെയ്യാണ്. എന്ത് ഷെയർ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് ലഭിക്കുള്ളൂ. എന്തും എം ടി ആവുമ്പോഴേ കൂടുതൽ നോളേജ് ആണെങ്കിലും സമ്പത്താണെങ്കിലും നമുക്ക് അധികരിക്കുള്ളൂ. സോ കോൺസെൻട്രേറ്റ് യുവർ ബ്രെയിൻ. സർവ ജ്ഞാനം ഓം സ്വാഹ.
നമ്മുടെ ഉള്ളിലുള്ള ഫെമിനൻ സ്ത്രീ ശക്തി ചൈതന്യം ഉണർത്താനാണ് ബുദ്ധിസ്റ്റ് കൺസെപ്റ്റില് ഓം താരേ തുത്തുത്താരേ സ്വഹ. കാളി, ദശമഹാകാളി, 10 കാളികള്, 10 രൂപങ്ങള്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവീഭാവം മനസ്സിൽ കൊണ്ടിട്ട് ഹൃദയത്തിൽ കൊണ്ട് ഓം താരേ തുത്തുത്തേ സ്വാഹ. ദേവീ ചൈതന്യത്തെ ആവാഹിക്കുക. ആ ചൈതന്യം നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ടാണ്, പ്യൂരിഫൈ ചെയ്യുന്നതായിട്ടാണ്, ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ടാണ്, അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ്. അമ്മയുടെ സംരക്ഷണമാണ്. ഓം വജ്ര ലൊക്കാനെ ലോം സ്വഹ. ദാറ്റ് ഈസ് പ്രൊട്ടക്ഷൻ. അമ്മ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യും. ഓം വജ്ര ലൊക്കാനെ ലോം സ്വാഹ. ഓം വജ്ര ലൊക്കാനെ ലോം സ്വാഹ. ഐശ്വര്യത്തിന്റെ നമ്മള് ലക്ഷ്മി ദേവിയെ കാണുന്നത് പോലെ, കുബേരനെ കാണുന്നത് പോലെ. ഓം രത്നേ സുരത്നെ മാം സ്വഹ. ഓം രത്നേ സുരത്നെ മാം സ്വഹ. ഓം രത്നേ സുരത്നെ മാം സ്വഹ.
സകല ഐശ്വര്യങ്ങൾ, അഭിവൃദ്ധികൾ, സമൃദ്ധികൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്, പൂർണ്ണമായും ആകർഷിക്കപ്പെടുകയാണ്. രത്നെ സുരത്തിനെ മാം സ്വാഹ. രത്നെ സുരത്തിനെ മാം സ്വാഹ. താമരയിൽ വസിക്കുന്ന ദേവി നിങ്ങൾക്ക് അഷ്ടൈശ്വര്യങ്ങളും അഭിവൃദ്ധിയും സമൃദ്ധിയും വാരിക്കോരി നൽകുന്ന എനർജിയാണ്. ഓം പത്മേ ദേവി പുഷ്പാദേവി പാം സ്വാഹ. 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 ഓക്കെ, സാവധാനം താടി മേലേക്ക് ഉയർത്തി സ്വാ ഹം 21 പ്രാവശ്യത്തേക്കാണ്. വളരെ സാവധാനം ചെയ്യുക. സ്വാ ഹം.
സ്വ ഹം 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 ഫൈനൽ സ്വ ഹം താടി മേലോട്ട് ഉയർത്തി റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. എല്ലാം വാച്ച് ചെയ്യുക. ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ഫാനിന്റെ, എസിയുടെ, വാതലിന്റെ, പുറത്ത് സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ഹോൺ എല്ലാം ശ്രദ്ധിച്ചു ചിന്തയില്ലാത്ത അവസ്ഥയിലേക്ക് മനസ്സിലാക്കുന്നു. പൂർണ്ണമായും ആഴത്തിൽ ഉള്ളിലേക്ക് സഞ്ചരിക്കാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ ജനിച്ചത്? എല്ലാത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചുകൊണ്ടേയിരിക്കുക. I am that I am. I am that I am.
ഉള്ളിലേക്ക് പോകും. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പുറത്തേക്ക് പോകും. യൂണിവേഴ്സൽ ഫോഴ്സ്, പ്രകൃതിയുടെ തീരുമാനം, അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അവധാനം തിരിച്ചു വരാം. കൂടുതൽ എനർജി ആയിട്ട്, കൂടുതൽ സ്പിരിച്വൽ ലൈറ്റ് ആയിട്ട് നിങ്ങളുടെ മോറ, നിങ്ങളുടെ ചക്രങ്ങളൊക്കെ നിറഞ്ഞു റീഫിൽ ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, ഹെൽത്തി ആയിട്ട്, സന്തോഷത്തോടെ, റീപ്രോഗ്രാം ചെയ്ത സന്തോഷത്തോടെ കം ബാക്ക്. സ്ലോലി കം ബാക്ക്. സ്ലോലി ഓപ്പൺ യുവർ ഐസ് വിത്ത് എ ഗുഡ് സ്മൈൽ. ഓക്കെ, നമസ്കാരം. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഫീലിംഗ്?